ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ലാസ്റ്റ് വ്യൂ ആണ്. ബാഗും ലഗേജുകളും ഒക്കെ ഓരോന്നായിട്ട് താഴെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മോള് നേരത്തെ എണീറ്റ സമയത്ത് കുറച്ചൊരു കുറുമ്പിലായിരുന്നു. പിന്നെ പോകാൻ സമയത്താണ് ഒന്ന് റെഡി ആയത്. അവർ 3 പേരും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനിനി റൂം ലോക്ക് ചെയ്തിട്ട് ഇറങ്ങാനിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. 7 മണിക്കാണ് എത്തേണ്ടത്. നമ്മൾ 2 മാസത്തിന് വന്നിട്ട് ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങുന്നത്. അബുദാബിയിൽ പോയ സമയത്ത് 8 മണിക്ക് എങ്ങാനും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ താഴെ നിന്നുള്ള വ്യൂ. ഈ ഒരു ഭാഗം ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടാവും. കാറ് വന്നിട്ടുണ്ട്. വലിയ 3 ബോക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വണ്ടിയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. 11 മണിക്കാണ് ഫ്ലൈറ്റ്. ദുബായ് ടു മസ്കറ്റ്, മസ്കറ്റ് ടു കാലിക്കറ്റ് ആണ്. നമ്മൾ വന്ന പോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റാണ്. സമയം 7 മണിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല വെയിലാണ്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. ഹസ്ബൻഡിന് നേരെ ഡ്യൂട്ടിയിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. മുകളിലൂടെ മെട്രോ പോകുന്നത് കാണാം. ബാഗുകളൊക്കെ 2 ട്രോളിയിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. സമയം 7:20 ആകുന്നുള്ളൂ. നമുക്ക് 8 മണിയാകുമ്പോഴേക്ക് ചെക്കിങ്ങിന് പോയാൽ മതി. അതിനു മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കണം. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ നമുക്ക് വെയിറ്റ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെയ്ഡാണ്. നമ്മൾ റൂമിൽ നിന്ന് നോക്കിയിരുന്നു. എന്നാലും എയർപോർട്ടിലെത്തുമ്പോൾ ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റൊക്കെ കറക്റ്റായിരുന്നു. മോള് തലേദിവസം അവൾക്ക് തന്നെ പേര് എഴുതണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോക്സിൽ നോക്കിയിട്ട് പേര് എഴുതിയതാട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കോർട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് പുറത്ത് എമിറേറ്റ്സിൻ്റെ ഒരുപാട് ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടാവും അതുപോലെ പറക്കുന്നതൊക്കെ കാണാം.
മക്ഡൊണാൾഡ്സിന് ഈ ഒരു റാപ്പും ഒരു സാൻഡ്വിച്ചുമാണ് വാങ്ങിയത്. ഇത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എമിറേറ്റ്സിൻ്റെ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാം. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അതുപോലെ ഫ്ലൈ ചെയ്യുന്നതും കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ ലാൻഡ് ചെയ്യുക, കോഴിക്കോട്. അങ്ങനെ ചെക്ക് ഇൻ കൗണ്ടറിലെത്തി. ഇവിടെ അപ്പോഴേക്ക് അത്യാവശ്യം ക്യൂ ആയിട്ടുണ്ട്. കുറച്ചു നേരം ക്യൂവിൽ നിന്നപ്പോഴേക്ക് മോള് ഉറങ്ങിയിട്ടുണ്ട്. പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വെയിറ്റൊക്കെ നോക്കിയാലും ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇത്തവണ എന്തായാലും ആദ്യം എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഹാൻഡ് ലഗേജ് ആയിട്ട് 2 ബാക്ക് പാക്കും ഒരു ട്രോളിയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. മോളെ മിക്ക സമയവും എടുക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഒരു ബാക്ക് പാക്ക് ലഗേജിൻ്റെ കൂടെ വിടാൻ നോക്കി. പക്ഷേ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റിയില്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് ട്രോളി ബാഗ് ഇതുപോലെ നമ്മൾ ലഗേജിൻ്റെ കൂടെ ആയിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിലൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് നമ്മളെ അക്കമ്പനി ചെയ്യാം കേട്ടോ. ഹസ്ബൻഡിന് നേരെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇമോഷൻ്റെ സമയമാണ്. ഹസ്ബൻഡിന് 2-3 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരാൻ പറ്റുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വരാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് തന്നെ 2 മാസത്തിൻ്റെ മേലെയായി. പിന്നെ ഈ ഒരു കാര്യത്തോട് ഇപ്പോൾ കുറേ യൂസ്ഡായി. കുറേ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴിയുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ഇത് ദുബായ് എയർപോർട്ടിനുള്ളിലെ മെട്രോ സർവീസാണ്. ഇവിടെ നിന്ന് വേണം നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഗേറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് മസ്കറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. 11:05 ഇവിടെ നിന്ന് ഫ്ലൈറ്റ്. കയ്യിൽ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആദ്യം ട്രൈ ചെയ്ത സമയത്ത് നമുക്ക് വെള്ളം കിട്ടിയില്ല. ക്യാഷ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിലൂടെ ക്യാഷ് ഇട്ടതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ഓപ്ഷന് അടിച്ചു കൊടുത്താൽ മതി. ആദ്യം ട്രൈ ചെയ്ത സമയത്ത് വെള്ളം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോട്ടിലെടുത്തു. അപ്പോൾ മോള് അവൾക്ക് തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് വാശി പിടിക്കുകയാണ്. ഈ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. പാകിസ്ഥാൻ്റെ വിമാനമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും സങ്കടമോ വിഷമമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ആക്കിയാൽ ആ സങ്കടവും വിഷമമൊക്കെ കുറച്ചെങ്കിലൊക്കെ കുറഞ്ഞു പോകുന്നുള്ളത് എത്രയോ ശരിയാണ്. ഞാൻ ഈ സമയത്തൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറേ സമയം അങ്ങനെ പോയി കിട്ടി.
മോൾക്കും ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ മാറി മാറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്താനുള്ളൊരു വെപ്രാളമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു 1-2 മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഇതാ ഫ്ലൈറ്റിലേക്കുള്ള കോള് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളോട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉപ്പ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ചോദിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ എന്നിട്ട് എന്താ വരാത്തതെന്ന്. നമ്മൾ ദുബായിലേക്ക് വന്നതും ഒമാൻ എയറിൽ തന്നെയാണ്. മസ്കറ്റിൽ 3 മണിക്കൂറാണ് കേട്ടോ ലേ ഓവർ ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇതുപോലെ മസ്കറ്റ് ടു ദുബായ് ഫ്ലൈറ്റിൽ സ്ക്രീൻ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴും ദുബായ് ടു മസ്കറ്റ് സ്ക്രീൻ ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് ടു മസ്കറ്റ്, മസ്കറ്റ് ടു കോഴിക്കോട് സ്ക്രീനൊന്നുമില്ല കേട്ടോ. ടിക്കറ്റ് റേറ്റ് നല്ല പീക്കിലാവുന്ന ഫെസ്റ്റിവൽ വെക്കേഷൻ സമയത്തൊക്കെ ഇതുപോലെ ലേ ഓവർ കുറച്ച് മണിക്കൂറേ ഉള്ളെങ്കിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആവും കേട്ടോ നല്ലത്. ഇതിലെന്തൊക്കെയോ മൂവീസ്, കുറച്ച് TV ഷോസ്, കാർട്ടൂണ്, അതുപോലെ ഒമാൻ്റെ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്തു എന്നല്ലാതെ വീഡിയോസൊന്നും കണ്ടില്ല. ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റ് സമയത്ത് ഇതുപോലെ വീഡിയോസൊക്കെ പോസായിട്ട് അനൗൺസ്മെൻറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. കയറിയ ഉടനെ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് അടിയായിരുന്നു കേട്ടോ രണ്ടാളും കൂടെ. പിന്നെ ആർക്കും വേണ്ടതായി. പതിനൊന്ന് 5-നാണ് ഫ്ലൈറ്റ് ടൈം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ ഇപ്പോൾ എടുക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11:05 കഴിഞ്ഞിട്ടും 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് എടുക്കുന്ന യാതൊരു വിവരങ്ങളൊന്നുമില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് ഡിലേ ആണോ എന്താണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഒരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് അന്വേഷിച്ചു. ഇപ്പോൾ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഇവിടെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം അതിലങ്ങനെ പോവും. ഉപ്പാനോട് വിളിച്ച് സംസാരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. പിന്നെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല. ഒന്നാമത് ഒമാൻ എയർ തന്നെയാണ് നമുക്ക് മസ്കറ്റ് ടു കാലിക്കറ്റും പോകാനുള്ളത്. പിന്നെ ലേറ്റായിട്ട് മസ്കറ്റിലെത്തിയാൽ പിന്നെ എല്ലാം കൂടെ ആകെ ഒരു ഹറിബറിയാവും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ 2 മാസത്തെ വെക്കേഷന് ശേഷം ദുബായിയോട് ഓരോ തവണ ഇങ്ങനെ തിരിച്ചു പോരുമ്പോഴും ഇനി എന്നാവും ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് ഒരിക്കലും മനസ്സിലേക്ക് വരാറില്ല കേട്ടോ. അൽഹംദുലില്ലാ. എന്നാലും 3 വർഷത്തെ ഗ്യാപ്പിലൊക്കെ 1-2 മാസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ആദ്യമായിട്ടാണ് 2 വർഷത്തെ ഗ്യാപ്പിൽ വരുന്നത്. സാധാരണ ഒരു 3 വർഷമൊക്കെ എടുക്കാറുണ്ട്. നാട്ടിലേക്കാണ് വരുന്നത്, അതുകൊണ്ടൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ 3-4 ദിവസം കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാറായി. $11:05 എടുക്കാണ്ട് ഫ്ലൈറ്റ് 12 മണിക്ക് ആയപ്പോഴാണ് എടുത്തത്. ഫുഡ് എത്തിയിട്ടുണ്ട്. ഒരു ഒമാൻ ചിപ്സ്, ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടായിരുന്നത്. ഫുഡ് എത്തിയപ്പോഴേക്കും മോള് ഉറങ്ങിയിട്ടുണ്ട്. നേരത്തെ എണീറ്റതല്ലേ, ഇപ്പോഴൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നത് നമ്മൾ മസ്കറ്റിൽ ഇറങ്ങിയതിന് ശേഷമാണ്. ആ ഭാഗം എത്തുമ്പോൾ പറയാം. മസ്കറ്റിൽ എത്താറാവുമ്പോഴേക്ക് കുറേ മണൽക്കൂലകൾ മാത്രമാണ് കേട്ടോ കാണുന്നത്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ബോറടിയാണ്. ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഇഷ്ടമാണെങ്കിലും കുറേ സമയം ഒന്നും കാണാനില്ലാതെ ഇതിലിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ബോറടി തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ മസ്കറ്റിൽ എത്തിയിട്ടുണ്ട്.
മസ്കറ്റിലെത്തുന്നവരെ മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 hour ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഫ്ലൈയിങ് ടൈമുള്ളത്. ഫ്ലൈറ്റ് ഇറങ്ങി ഒരു 5-6 മിനിറ്റൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പല സ്ഥലത്തൊന്ന് സ്റ്റെക്കായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മോള് ഇറങ്ങിയപ്പോൾ എന്താണ് ഉണ്ടായെന്ന്. അതിൻ്റെ ബാക്കി പറയാം കേട്ടോ. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ട്രാൻസ്ഫേഴ്സ് എന്ന ഓപ്ഷനിലൂടെയാണ് കേട്ടോ പോകേണ്ടത്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ ഈ ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഓപ്ഷനുള്ള ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ കാണാം. ഇതുവരെ ഈ ഒരു ബോർഡ് കണ്ടിട്ടില്ലായിരുന്നു. ഫസ്റ്റായിട്ട് കണക്ഷൻ ഫ്ലൈറ്റിൽ വരുമ്പോഴാണ് ഈ ഒരു ബോർഡ് ശ്രദ്ധിക്കുന്നത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു യെല്ലോ ബോർഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫേഴ്സിന്. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് പോയാൽ മതി. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, അതുപോലെ തന്നെ പേടിക്കാനുമില്ല. ഈ ഒരു സമയത്ത് എയർപോർട്ടിൽ ഹജ്ജിൻ്റെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എയർപോർട്ടിൻ്റെ പല ഭാഗത്തെത്തിയപ്പോഴും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്ലോപ്പാണ്, പക്ഷേ ട്രോളി തരുന്നില്ല. വീണു പോകുമെന്നിങ്ങനെ വിചാരിച്ചു, തൊടാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതാണ് നല്ലത്. നേരത്തെ മോള് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയ കാര്യം പറഞ്ഞില്ലേ, ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ബാക്കി. ഈ ഒരു കേക്ക് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മസ്കറ്റിൽ നിന്നോ കഴിക്കാൻ വേണ്ടിയിട്ട്. മസ്കറ്റിൽ നിന്ന് ഉണർന്നെണീറ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ നിന്ന് കേക്ക് കഴിച്ചിട്ടില്ലെന്നത് ഓർമ്മ വന്നത്. അങ്ങനെ 2-3 സ്ഥലത്ത് നിന്നിട്ട് നല്ല കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ആ ഒരു കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളുടെ ഒരുപാട് സമയം അവിടേക്ക് പോയി. ഫ്ലൈറ്റ് ഓൾറെഡി 1 hour ഡിലേ ആയിരുന്നു. പിന്നെ നമുക്ക് 2 മണിക്കൂറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ കുറേ സമയം അങ്ങനെ കരച്ചിലൊക്കെ ആയിട്ട് പോയി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. നല്ല കരച്ചിലായിരുന്നു. ആ കേക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെയാണ് കഴിക്കേണ്ടിയിരുന്നത് പറഞ്ഞിട്ട് അവസാനം എങ്ങനെയൊക്കെയോ തൂക്കി പിടിച്ച് കൊണ്ടുവന്നതാണ്. എയർപോർട്ടിൽ നിന്ന് നിസ്കരിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ആകെ ലേറ്റായി. ഗേറ്റിലെത്തിയപ്പോഴേക്ക് ക്യൂ തുടങ്ങിയിരുന്നു. അപ്പോൾ ഓടിപ്പോയി വാഷ്റൂം പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒതെടുത്ത് വന്നു. അങ്ങനെ നമ്മളിതാ നെക്സ്റ്റ് ഫ്ലൈറ്റിന് പോവാണ്. എന്ത് പറ്റിയെന്നറിയില്ല, നമ്മൾ നാട്ടിലെത്തുന്ന സമയം നമ്മുടെ മൈൻഡിലേക്ക് വന്നത് 9:30 ആയിരുന്നു. അപ്പോൾ അവരോട് 9:30 ആകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. 4-5 മാസം മുമ്പേ എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം അതിൽ ടൈമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആരുടെ മൈൻഡിലേക്കും ഈ ഒരു കാര്യം ഓർമ്മ വന്നില്ല. ഫ്ലൈറ്റിൽ നിന്ന് ആരോ 8:30 ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പോഴാണ് 8:30 അവിടെ എത്തുമെന്ന് മനസ്സിലായത്. പിന്നെ 1 മണിക്കൂർ എന്ത് ചെയ്യുമെന്നായി. അവസാനം ഫോണിൽ വിളിക്കാനും പറ്റില്ല, നെറ്റും കിട്ടുന്നില്ല. അങ്ങനെ മസ്കറ്റിൽ നിന്ന് കയറിയ ഒരു ലേഡിയുടെ അടുത്ത് ഫോൺ വാങ്ങിയിട്ട് നാട്ടിൽ പെട്ടെന്ന് വിളിച്ചറിയിച്ചു. കാരണം നമ്മുടെ ലഗേജ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ ദുബായിലേക്ക് എത്തിയപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ എല്ലാ ലഗേജും കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെ നേരത്തെ തന്നെ കിട്ടുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ എയർപോർട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ 2ാമത്തെ ഫ്ലൈയിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൺകൂനകൾ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും എന്തോ ഒരു പോലെ കേട്ടോ. നമ്മളിങ്ങനെ വായിച്ചറിയുന്ന മൺകൂനകളും മരുഭൂമിയൊക്കെ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. 3 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ മസ്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് പോലെ ഒന്ന്, പിന്നെ ഒരു ചെറിയ പീസ് കേക്ക്, അതുപോലെ ഒരു ഒമാൻ ചിപ്സ്, പിന്നെ ഡ്രിങ്ക്സിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വേണമെന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യിപ്പിച്ച് 1-2 കടി അടിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. 2-3 ദിവസമായിട്ട് നമ്മൾ നല്ലോണം ലേറ്റായിട്ടാണ് കിടന്നിരുന്നത്. അതുപോലെ ഇന്ന് നേരത്തെ എണീറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുബായ് ടു മസ്കറ്റ് 8 മണിക്കൂറാണ് കേട്ടോ മോള് ഉറങ്ങിയത്. പിന്നെ നമ്മൾ രാത്രി വീട്ടിലെത്തി 12-1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങുന്നത്. ഈ ഒരു ചോക്ലേറ്റ് കേക്കാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒന്നുകൂടെ കഴിച്ചു നോക്കാൻ വേണ്ടി നിർബന്ധിച്ചതാണ്. പക്ഷേ എരിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തീരെ കഴിച്ചില്ല. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ ബോറടിയാണെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ഒന്നും കാണാനില്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ കുറേ ഒരു സമയത്തേക്ക്. ചിലപ്പോൾ കരയാണോ കടലാണോ എന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെതാ രാത്രി ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയത്ത് മോളൊന്ന് വീണ്ടും മയങ്ങിപ്പോയി. ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിന്ന്. പക്ഷേ ഒരു തവണ നമ്മൾ ലാൻഡ് ചെയ്തു എന്ന പോലെ ഒരു തോന്നി എന്നല്ലാതെ ലാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഇനി ടർബുലൻസ് എന്തെങ്കിലും ആണോന്നറിയില്ല. ഫ്ലൈറ്റിലെ അനൗൺസ്മെൻ്റൊക്കെ തീരെ ചെറിയ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു.
അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ സേഫായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ ഈ സമയത്ത്. നമ്മൾ നല്ല ചൂടിൽ നിന്നാണ് വരുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കുറച്ച് സമയം ഇറങ്ങാതെ ഒന്ന് വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഈ സമയത്ത് മസ്കറ്റ് ടു അബുദാബി ടു കാലിക്കറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 9:30ക്കാണ് ഇറങ്ങുന്നത് പറഞ്ഞുകൊണ്ട് അവർ കാണില്ല എന്ന് വിചാരിച്ചു. അവരുടെ ഫ്ലൈറ്റ് 8:30ക്കായിരുന്നു ലാൻഡിങ്. പക്ഷേ ഞാൻ 9:30 വിചാരിച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. എയർ അറേബ്യയിലാണ് വരുന്നതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ ഒരു ഫ്ലൈറ്റ് അപ്പോൾ ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഈ ഒരു ഫ്ലൈറ്റ് ഞാൻ കണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് നോക്കിയപ്പോഴേക്കും അവർ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ പറ്റിയില്ല. നമ്മുടെ ലഗേജൊക്കെ വരാൻ ഒരുപാട് സമയമെടുത്തു. ചിലതൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവസാനത്തെ 2 ബാഗ് വന്നത്. അപ്പോഴേക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ള കുട്ടികളൊക്കെ നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ തൽക്കാലം ട്രോളിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ലഗേജും കളക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കസിനാണ് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. അങ്ങനെ 2 മാസത്തെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് കേട്ടോ പല ഇമോഷൻസും വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.